കഴിഞ്ഞ ആഴ്ചത്തെ വാർത്താ താരം ഡോക്ടർ എസ് ജയശങ്കർ ആയിരുന്നു. കാനഡയുമായുള്ള തർക്കം മൂത്തു നിൽക്കെ അമേരിക്കയിലെത്തിയ നമ്മുടെ വിദേശകാര്യമന്ത്രി. അവിടെ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്റ്റേജ് സംവാദം. പ്രൊഫസറും വാൾ സ്ട്രീറ്റ് ജേർണലിൽ കോളമിസ്റ്റുമായ വാൾട്ടർ റസൽ മീഡ് ജയശങ്കറിനോട് പറഞ്ഞു, എൻ്റെ കോളങ്ങളിൽ ഞാൻ ഇന്ത്യയെപ്പറ്റി എഴുതാറുണ്ട്. ഈയിടെ എഴുതിയ ഒരു കോളം RSSനെ പറ്റിയായിരുന്നു. ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന പ്രസ്ഥാനമെന്ന തലക്കെട്ടിൽ RSSനെ പറ്റി. അത് വായിച്ച കാർഡിനൽ ഡോളൻ ഒരു കത്തെഴുതി, ലേഖനം ഇന്ത്യയിലെ ന്യൂനപക്ഷ വേട്ടയെപ്പറ്റി ശരിക്ക് പറയുന്നില്ല എന്ന്. റസൽ മീഡ് ജയശങ്കറിനോട് ചോദിച്ചു, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നു എന്ന ആരോപണത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? I wrote a column about India in the Wall Street Journal, and there was a letter to the editor from Cardinal Dolan, who was a very well-respected, a man I personally respect tremendously, to the Journal expressing his concern that I hadn't said enough in my column about problems of religious minorities in India. So how would you sort of try to shape the conversation, or how would you respond to some of these concerns that people have here? ഇന്ത്യയുടെ സംസ്കാരം തീർത്തും ബഹുസ്വരതയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജയശങ്കർ മറുപടി പറഞ്ഞത്. All I can say where India is concerned is the underlying culture of India is deeply pluralistic. എല്ലാ തരത്തിലും വൈവിധ്യവും വൈജാത്യവുമാണ് ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവം. The diversity and the layers that you get in India, and you can slice it in different ways. It could be ethnicity, it could be faith, it could be language, it could be traditions. It's actually unique. It's truly in multiple accesses the most diverse space in the world. തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ വിവേചനമേ ഇല്ല എന്നാണ്. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളും സേവനങ്ങളും എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാണ് എന്ന്. Look at the benefits of that. You look at housing, you look at health, you look at food, you look at finance, you look at access, educational access, health access. There's no, I defy you to show me discrimination. വിവേചനത്തിന് തെളിവ് കാണിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് മന്ത്രി. തുടർന്ന് ഈ ആക്ഷേപം വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർ ഉയർത്തുന്നതാണെന്ന് വിശദീകരിക്കുന്നു. ആ വെല്ലുവിളിക്ക് മറുപടിയായി എത്ര തെളിവ് വേണം എന്ന് ആളുകൾ ചോദിച്ചു. തെളിവുകളുമായി നാട്ടിലെ മാധ്യമങ്ങൾ ക്യൂ നിന്നു. കുറേ പത്രങ്ങൾ ജയശങ്കറുടെ വെല്ലുവിളി മാത്രം വാർത്തയാക്കിയപ്പോൾ ദ ടെലിഗ്രാഫ് തനത് ശൈലിയിൽ തെളിവ് കൂടി അവതരിപ്പിച്ചു. നീണ്ട പട്ടികയിലെ ഏതാനും ചിലത് എന്ന് പറഞ്ഞുകൊണ്ട്. ഒന്ന്, രമേശ് ബിഥുടി, ജയശങ്കറുടെ പാർട്ടിക്കാരൻ. ലോക്സഭയിൽ ഡാനിഷ് അലിയെ മുസ്ലിം വിരുദ്ധ തെറികൾ കൊണ്ട് അധിക്ഷേപിച്ചയാൾ. मोदी साहब सिरे नहीं ले रहे हैं, सिरे ले रहे हैं देश के वैज्ञानिक. ओए बड़वे, ओए उग्रवादी सिरे ले रहे हैं. ए उग्रवादी बोलने नहीं दूंगा कभी खड़ा होगा, ये बता रहा हूँ. ए उग्रवादी कटवे सर, ये जो सिरे अगर जाता है तो देश के प्रधानमंत्री को जाता है. दानिश अली जी प्लीज ये आतंकवादी है, उग्रवादी है, ये मुल्ला आतंकवादी है. മറ്റൊരു തെളിവ് BJP മുൻ MLA ഗ്യാൻദേവ് അഹൂജ. പശുവിന്റെ പേരിൽ 5 പേരെ കൊല്ലിച്ചതിനെ പറ്റി ഊറ്റം കൊണ്ടയാൾ. अब तक तो हमारे लोगों ने मैंने खुला छूट दे रखी कार्यकर्ताओं को, मारो सालों में जो किसी की वो. പക്ഷേ ജയശങ്കർ പറയുന്നു ന്യൂനപക്ഷ വേട്ട ഇല്ലെന്ന്. മറ്റൊരു തെളിവ് മണിപ്പൂര് തന്നെ. മാസങ്ങളായി ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നു. ഭരണകൂടം അനങ്ങുന്നില്ല. മണിപ്പൂർ പോലെ BJP ഭരിക്കുന്ന ഹരിയാനയും മോശമല്ല, അവിടെ മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് മാത്രം. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ മന്ത്രി ബൽദേവ് ഔലാഖാണ് മറ്റൊരു തെളിവ്. തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് ബുൾഡോസർ ഇനി പാഞ്ഞു ചെല്ലുമെന്ന്. വേറെയും വർഗീയ ഭീഷണികൾ. വെറും വാക്കല്ല, ഈ ഭീഷണികൾ ഭരണകൂട പിന്തുണയോടെ നടപ്പാക്കിയിട്ടുണ്ട് പലയിടത്തും. പക്ഷേ ജയശങ്കർ പറയുന്നു വിവേചനം ഇല്ലേ ഇല്ല എന്ന്. ടെലിഗ്രാഫിനെ പോലെ ദ വയറും 5-6 തെളിവുകൾ നിരത്തി. ഒന്ന്, കണ്ണ് തുറന്ന് ചുറ്റും നോക്കിയാൽ ജയശങ്കറിന് തന്നെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നവ.
ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച ന്യൂനപക്ഷകാര്യ റാപ്പോർട്ടർ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ ഉദാഹരണങ്ങൾ സഹിതം ഈയിടെ പറഞ്ഞത് ഇന്ത്യയിൽ വംശീയ അതിക്രമങ്ങൾ ഒറ്റപ്പെട്ടതല്ല, വ്യവസ്ഥാപിതമാണ് എന്നത്രേ. Along with a number of UN special rapporteurs, I have recently expressed grave and growing concerns regarding the deteriorating situation of religious freedom and human rights in India. This was Dr. Fernand de Varenne, the United Nations Special Rapporteur on minority issues. In his speech during a hearing on religious freedom in India, he said that violence against minorities in India is not local or individual, but systematic. സെപ്റ്റംബർ 20 US മതസ്വാതന്ത്ര്യ കമ്മീഷന് മുമ്പാകെയും UN റാപ്പോർട്ടർ ഫെർണൻ വരീൻ പറഞ്ഞു, ഇന്ത്യ വംശഹത്യയുടെ വക്കിലാണ് എന്ന് വരെ. എന്നിട്ടും ജയശങ്കർ ഒന്നും അറിയുന്നില്ല. He spoke about the erosion of fundamental rights of religious minorities, how the state has made a mockery of freedom of religion, how there has been an increase in hate crimes against the minorities, how there has been inaction from authorities in Manipur, and how the increasing violence which is left unchallenged by authorities is slowly closing to being a genocide. മണിപ്പൂരിലെ കാര്യവും ജയശങ്കർ അറിയുന്നുണ്ടാവില്ല. ഒന്നാം മോദി സർക്കാരിൻ്റെ ഭരണത്തിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ 8 ഇരട്ടിയോളമായിരുന്നു. A study noted recently that there has been a staggering increase, a 786% increase in hate crimes against minorities between 2014 and 2018. ജയശങ്കർ തെളിവ് ചോദിക്കുന്നു. കണ്ണും കാതും തുറന്നു വെച്ചാൽ നേരിട്ടറിയാവുന്ന കാര്യമാണിത്. ലോകമാധ്യമങ്ങൾ ഒട്ടെല്ലാം തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഹിന്ദുത്വ വാച്ച് എന്ന US മനുഷ്യാവകാശ സംഘടനയുടെ റിപ്പോർട്ടിനെ പറ്റി ജപ്പാൻ ടൈംസ്, മോദി ഭരണത്തിൽ വിദ്വേഷം അനേക മടങ്ങായി ഉയർന്നു. ഇത്തരം റിപ്പോർട്ടുകളെ വെറും ഗൂഢാലോചനയെന്ന് വിളിച്ചുകൊണ്ടാണ് ജയശങ്കറിൻ്റെ പക്ഷക്കാർ തെളിവില്ല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി പറയുന്ന സംഘങ്ങൾ കപടന്മാരാണെന്ന് 2 വർഷം മുൻപും ജയശങ്കർ പറഞ്ഞിരുന്നു. വസ്തുതാപരമായ റിപ്പോർട്ടുകളെ തള്ളുകയും എന്നിട്ട് തെളിവ് ചോദിക്കുകയും ചെയ്യുന്നതിലെ യുക്തി മനസ്സിലാക്കാൻ പ്രയാസമില്ല. പക്ഷേ ഒന്ന് ചുറ്റും നോക്കിയാൽ, മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ, മനസ്സിലെ വിവേചനം മാറ്റിവെച്ചാൽ വിവേചനത്തിന് അറ്റമില്ലാത്ത തെളിവ് കാണാനാകും. ഇത് UN മനുഷ്യാവകാശ ഹൈ കമ്മീഷണർ കഴിഞ്ഞ മാസം പറഞ്ഞത്. That marginalized minority communities are subjected to violence and discrimination. Muslims are often the target of such attacks, most recently in Haryana and Gurugram in northern India. In Manipur, other communities have also been facing violence and insecurity since May. There is a clear need to redouble efforts to uphold the rights of all minorities by dealing in a forthright manner with intolerance, hate speech, religious extremism and discrimination. ഇതും കപടമെന്ന് പറയുമോ? റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചും സ്വയം അന്വേഷണം നടത്തിയും വിവിധ മാധ്യമങ്ങൾ രേഖപ്പെടുത്തിയതൊന്നും വിവേചനത്തിന് ഉദാഹരണമല്ലേ? ബ്ലൂംബർഗ്, റോയിറ്റേഴ്സ്, TRT വേൾഡ്, മിഡിൽ ഈസ്റ്റ് ആയി, ഹിന്ദുത്വ വിദ്വേഷ പ്രചാരണ സംവിധാനങ്ങളെപ്പറ്റി വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയവ ചിലത് മാത്രം. ഭരണകൂടം രാഷ്ട്രീയം കളിക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന ഹിംസയുടെ ചില ഉദാഹരണങ്ങൾ അരുന്ധതി റോയ് തൃശ്ശൂരിലെ ഒരു ചടങ്ങിൽ ഈയിടെ നിരത്തി. Situation where in Haryana recently you have people who are accused of murder, of burning 2 Muslim men alive, leading a religious procession. You have a situation where the police are handing over women to a mob to be raped. You have a situation where a railway protection force officers walking down bogies shooting Muslims and saying you must vote for Modi. അക്രമങ്ങൾ തടയാൻ ഭരണകൂടം ഒന്നും ചെയ്യുന്നില്ലെന്ന് ഗാർഡിയൻ ഒരു മാസം മുൻപ് റിപ്പോർട്ട് ചെയ്തതും ജയശങ്കർ കണ്ടിരിക്കില്ല. ഹരിയാന ഗുഡ്ഗാവിൽ ഇമാമിനെ കൊന്നു, നൂഹിൽ ആൾക്കൂട്ട അതിക്രമം, മധ്യപ്രദേശ് ഉജ്ജയിനിൽ ഡോക്ടർക്കെതിരെ ആക്രമണം, മഹാരാഷ്ട്രയിൽ 3 തീവണ്ടി യാത്രക്കാരെ കൊന്നു. സിംഗപ്പൂരിലെ ചാനൽ ന്യൂ ഏഷ്യ സുദീർഘമായ വീഡിയോ റിപ്പോർട്ടിൽ പൗരത്വ നിയമ ഭേദഗതിയിലെ വിവേചനം എടുത്തു പറഞ്ഞു. India's march to Hinduize its secular constitution took another turn in 2019 when the Citizenship Act was amended by the BJP government. The CAA meant all persecuted minorities arriving in India would now be granted Indian citizenship, except for Muslims.
It was the first time that religion was overtly. നിയമം പോലും വിവേചനപരം. ഇതും പക്ഷേ ജയശങ്കർ സമ്മതിക്കില്ല. ഭരണപക്ഷവും ഗോദി മീഡിയയും വർഗീയാതിക്രമങ്ങൾക്ക് മണ്ണൊരുക്കുന്നതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലില്ല. Communal tensions and violence there have a long history. And given the sheer number of people involved, what is being said on the airwaves and echoed across social media, tolerated by the Modi government and arguably even stoked by it. തുർക്കി ചാനലായ TRT വേൾഡും മതവിവേചനത്തിന്റെ വംശഹത്യയോളം വരുന്ന ഉദാഹരണങ്ങൾ നിരത്തുന്നു. Muslims say that ever since India's PM Narendra Modi and his hardline Hindu Bharatiya Janata Party came to power in 2014, they've been under attack. The BJP denies that they are persecuting Muslims. But there's no doubt that anti-Muslim sentiment is on the rise. But could the violence become so serious it leads to genocide? The founder of Genocide Watch thinks that genocide is impending. രാജ്യാന്തര സംഘടനകളും വിദേശത്തെയും സ്വദേശത്തെയും മാധ്യമങ്ങളും എല്ലാം പറയുന്നത് കള്ളമാണെന്ന് ജയശങ്കർ കരുതുന്നുണ്ടാവും. UN-ലെയും മറ്റും മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം തെളിവ് തരുമ്പോൾ, വർഗീയത ബോധപൂർവം പടർത്തപ്പെടുന്നതിൻ്റെ വാർത്തകൾ നിത്യം കാണുമ്പോൾ, പാർലമെന്റിൽ പോലും വംശവെറി പത്തി വിടർത്തിയാടുമ്പോൾ, വിഷം തുപ്പിയ MP-ക്ക് ഭരണകക്ഷി പുതിയ സ്ഥാനങ്ങളും ചുമതലകളും നൽകുമ്പോൾ, ജയശങ്കറുടെ പ്രചാരണങ്ങൾ സത്യത്തെ മൂടിവെക്കാൻ പര്യാപ്തമാകുന്നില്ല എന്ന് സ്വതന്ത്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. വിവേചനം എവിടെ കാണിച്ചു തരൂ എന്ന ആ വെല്ലുവിളി ഇന്നാട്ടിലെ അവസ്ഥ ചൂണ്ടിക്കാട്ടുന്നവരെ കപടന്മാരെന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്ന പോലെ ബാലിശമാണ്. ഓർക്കുക, പ്രധാനമന്ത്രി മോദി US-ൽ അഭിമുഖീകരിച്ച ചോദ്യം ഈ ഇന്ത്യൻ അവസ്ഥയെപ്പറ്റിയായിരുന്നു. അദ്ദേഹവും ജനാധിപത്യത്തെപ്പറ്റി വാചാലനായി വിഷയത്തിൽ നിന്ന് മാറുകയായിരുന്നു. What steps are you and your government willing to take to improve the rights of Muslims and other minorities in your country and to uphold free speech? जो आश्चर्य हो रहा है कि आप कह रहे हैं कि लोग कहते हैं नहीं, भारत डेमोक्रेसी है. और जैसा राष्ट्रपति बाइडेन ने कहा, भारत और अमेरिका दोनों के DNA में लोकतंत्र है. लोकतंत्र हमारा स्पिरिट है. लोकतंत्र हमारी रगों में है. लोकतंत्र को हम जीते हैं और हमारे पूर्वजों ने उसको शब्दों में ढाला है संविधान के रूप में. और हमारी सरकार लोकतंत्र के मूलभूत मूल्यों को आधार लेकर के बने हुए संविधान के आधार पर चलती है. और हमारा संविधान और हमारी सरकार, और हमने सिद्ध किया है डेमोक्रेसी कैन डिलीवर. और जब मैं डिलीवर कहता हूं तब कास्ट, क्रीड, रिलीजन, जेंडर, किसी भी भेदभाव को वहां जगह नहीं होती है. വിവേചനമില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പിന്നാലെ ഇതേ ജനാധിപത്യത്തിലെ വിവേചനശീലം അണപൊട്ടി. ചോദ്യം ചോദിച്ച വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടർ സബ്രീന സിദ്ദീഖിയെ മതാടിസ്ഥാനത്തിൽ അധിക്ഷേപിച്ച് ജനാധിപത്യം തെളിയിച്ചത് നമ്മളന്ന് കണ്ടതാണ്. പ്രധാനമന്ത്രിയുടെയോ വിദേശമന്ത്രിയുടെയോ മറുപടികൾ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുകയല്ല ചെയ്തത്, വിശ്വാസ്യത കൂടി നഷ്ടപ്പെടുത്തുകയാണ്.